നമസ്കാരം. ഇന്നത്തെ ക്ലാസ്സിൽ വരുന്നത് ബയോളജി, മസ്തിഷ്കവും നാഡീവ്യവസ്ഥയും. തലയോട്ടിയിലുള്ള കട്ടിയുള്ള ചർമ്മമാണ് സ്കാൽപ്പ്. തലയോട്ടിയിലുള്ള കട്ടിയുള്ള ചർമ്മം സ്കാൽപ്പ്. തലച്ചോറിനെ സംരക്ഷിക്കുന്ന അസ്ഥിപേടകം കപാലം, ക്രേനിയം. തലച്ചോറ്, സുഷ്മിന എന്നിവയെ പൊതിഞ്ഞു കാണുന്ന സ്ഥലമാണ് മെനിഞ്ചസ്. തലച്ചോറ്, സുഷ്മിന എന്നിവയെ പൊതിഞ്ഞു കാണുന്ന സ്ഥലം മെനിഞ്ചസ്. മസ്തിഷ്കത്തെ ബാഹ്യക്ഷതങ്ങളിൽ നിന്നും സംരക്ഷിക്കുന്ന ദ്രവം സെറിബ്രോസ്പൈനൽ ദ്രവം. മസ്തിഷ്കത്തെ ബാഹ്യക്ഷതങ്ങളിൽ നിന്ന് സംരക്ഷിക്കുന്ന ദ്രവമാണ് സെറിബ്രോസ്പൈനൽ ദ്രവം. തലയോടിനുള്ളിൽ മർദ്ദം സ്ഥിരമായി നിലനിർത്താൻ സഹായിക്കുന്നത് സെറിബ്രോസ്പൈനൽ ദ്രവമാണ്. തലയോടിനുള്ളിൽ മർദ്ദം സ്ഥിരമായി നിലനിർത്താൻ സഹായിക്കുന്നത് സെറിബ്രോസ്പൈനൽ ദ്രവം. തലച്ചോറിലെ ഏറ്റവും വലിയ ഭാഗം സെറിബ്രം. തലച്ചോറിലെ ഏറ്റവും വലിയ ഭാഗം സെറിബ്രം. ബുദ്ധി, ചിന്ത, ഭാവന, വിവേചനം, ഓർമ്മ, ബോധം എന്നിവയുമായി ബന്ധപ്പെട്ട തലച്ചോറിൻ്റെ ഭാഗമാണ് സെറിബ്രം. ബുദ്ധി, ചിന്ത, ഭാവന, വിവേചനം, ഓർമ്മ, ബോധം എന്നിവയുമായി ബന്ധപ്പെട്ട തലച്ചോറിൻ്റെ ഭാഗമാണ് സെറിബ്രം. തലച്ചോറിൻ്റെ ഏറ്റവും വലിയ ഭാഗമാണ് സെറിബ്രം. ജ്ഞാനേന്ദ്രിയങ്ങളുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കുന്ന തലച്ചോറിൻ്റെ ഭാഗമാണ് സെറിബ്രം. ജ്ഞാനേന്ദ്രിയങ്ങളുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കുന്ന തലച്ചോറിൻ്റെ ഭാഗം സെറിബ്രം. തലയ്ക്ക് ക്ഷതമേറ്റ് ആളുടെ സംസാരശേഷി തകരാറിലാകാൻ കാരണം സെറിബ്രത്തിന് കേടുപറ്റിയത്. തലയ്ക്ക് ക്ഷതമേറ്റ് ആളുകളുടെ സംസാരശേഷി തകരാറിലാകാൻ കാരണം സെറിബ്രത്തിന് കേടുപറ്റിയത്. സംസാരശേഷിയുമായി ബന്ധപ്പെട്ട സെറിബ്രത്തിലെ ഭാഗമാണ് ബ്രോക്കാസ് ഏരിയ. സംസാരശേഷിയുമായി ബന്ധപ്പെട്ട സെറിബ്രത്തിലെ ഭാഗമാണ് ബ്രോക്കാസ് ഏരിയ. പരിചയമുള്ള വസ്തുക്കളുടെ പേര് കേൾക്കുമ്പോൾ തന്നെ അതിൻ്റെ ചിത്രം മനസ്സിൽ തെളിയുന്ന സെറിബ്രത്തിലെ ഭാഗമാണ് വെർണിക്സ് ഏരിയ. ഐച്ഛിക പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്നത് സെറിബ്രമാണ്. ഐച്ഛിക പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്നത് സെറിബ്രം. അനൈച്ഛിക പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്ന മസ്തിഷ്ക ഭാഗമാണ് മെഡുല ഒബ്ലാങ്കറ്റ. അനൈച്ഛിക പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്ന മസ്തിഷ്ക ഭാഗമാണ് മെഡുല ഒബ്ലാങ്കേറ്റ. മദ്യം ബാധിക്കുന്ന തലച്ചോറിൻ്റെ ഭാഗം സെറിബെല്ലം. മദ്യം ബാധിക്കുന്ന തലച്ചോറിൻ്റെ ഭാഗം സെറിബെല്ലം. വേദന സംഹാരികൾ പ്രവർത്തിക്കുന്ന തലച്ചോറിൻ്റെ ഭാഗമാണ് തലാമസ്. നിദ്രാവേളയിൽ സെറിബ്രത്തിലേക്കുള്ള ആവേഗങ്ങളെ തടയുന്നത് തലാമസ്. നിദ്രാവേളയിൽ സെറിബ്രത്തിലേക്കുള്ള ആവേഗങ്ങളെ തടയുന്നത് തലാമസ്. മദ്യം ബാധിക്കുന്ന തലച്ചോറിൻ്റെ ഭാഗം സെറിബെല്ലം. ലിറ്റിൽ ബ്രെയിൻ എന്നറിയപ്പെടുന്ന തലച്ചോറിൻ്റെ ഭാഗമാണ് സെറിബെല്ലം. ലിറ്റിൽ ബ്രെയിൻ എന്നറിയപ്പെടുന്ന തലച്ചോറിൻ്റെ ഭാഗം സെറിബെല്ലം. പേശി പ്രവർത്തനങ്ങളെ ഏകോപിപ്പിക്കുന്ന മസ്തിഷ്ക ഭാഗമാണ് സെറിബെല്ലം. പേശി പ്രവർത്തനങ്ങളെ ഏകോപിപ്പിക്കുന്ന മസ്തിഷ്ക ഭാഗം സെറിബെല്ലം. ശരീരത്തിൻ്റെ തുലനാവസ്ഥ നിലനിർത്തുന്ന മസ്തിഷ്ക ഭാഗമാണ് സെറിബെല്ലം. ശരീരത്തിൻ്റെ തുലനാവസ്ഥ നിലനിർത്തുന്ന മസ്തിഷ്ക ഭാഗമാണ് സെറിബെല്ലം. ഹൃദയസ്പന്ദനം, ശ്വാസനം, രക്തക്കുഴലുകളിലൂടെ സങ്കോചം എന്നിവയെ നിയന്ത്രിക്കുന്ന മസ്തിഷ്ക ഭാഗമാണ് മെഡുല ഒബ്ലാങ്കേട്ട. ഹൃദയസ്പന്ദം, ശ്വസനം, രക്തക്കുഴലുകളുടെ സങ്കോചനം എന്നിവയെ നിയന്ത്രിക്കുന്ന മസ്തിഷ്ക ഭാഗമാണ് മെഡുല ഒബ്ലാങ്കേട്ട. പീയൂഷഗ്രന്ഥിയുടെ ഹോർമോൺ ഉൽപ്പാദനത്തെ നിയന്ത്രിക്കുന്നത് ഹൈപ്പോതലാമസ്. പീയൂഷഗ്രന്ഥിയുടെ ഹോർമോൺ ഉൽപ്പാദനത്തെ നിയന്ത്രിക്കുന്നത് ഹൈപ്പോതലാമസ്. ഛർദി, തുമ്മൽ, ചുമ എന്നീ പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്നത് മെഡുല ഒബ്ലാങ്കേട്ടയാണ്. ഛർദി, തുമ്മൽ, ചുമ എന്നീ പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്നത് മെഡുല ഒബ്ലാങ്കേട്ട. മെഡുല ഒബ്ലാങ്കേട്ടയിൽ ഏൽക്കുന്ന ക്ഷതം പെട്ടെന്നുള്ള മരണത്തിന് കാരണമാകുന്നു. സെറിബ്രത്തിന് തൊട്ട് താഴെയായി കാണുന്ന നാഡീകേന്ദ്രമാണ് തലാമസ്. സെറിബ്രത്തിന് തൊട്ട് താഴെയായി കാണുന്ന നാഡീകേന്ദ്രം തലാമസ്. സെറിബ്രത്തിലേക്കും സെറിബ്രത്തിൽ നിന്നുള്ള നാഡീയ ആവേഗങ്ങളുടെ പുനഃപ്രസരണം നടത്തുന്നത് തലാമസ്.
ശരീരോഷ്മാവ് നിയന്ത്രിക്കുന്ന മസ്തിഷ്ക ഭാഗമാണ് ഹൈപ്പോതലാമസ്. ശരീരോഷ്മാവ് നിയന്ത്രിക്കുന്ന മസ്തിഷ്ക ഭാഗം ഹൈപ്പോതലാമസ്. ശരീരത്തിലെ ജലത്തിൻ്റെ അളവ് നിയന്ത്രിക്കുന്ന മസ്തിഷ്ക ഭാഗം ഹൈപ്പോതലാമസ് ആണ്. ശരീരത്തിലെ ജലത്തിൻ്റെ അളവ് നിയന്ത്രിക്കുന്ന മസ്തിഷ്ക ഭാഗമാണ് ഹൈപ്പോതലാമസ്. രക്തഘടകങ്ങളുടെ സാധാരണ സ്ഥിതി നിലനിർത്തുന്നതിന് സഹായിക്കുന്ന ഭാഗമാണ് ഹൈപ്പോതലാമസ്. രക്തഘടകങ്ങളുടെ സാധാരണ സ്ഥിതി നിലനിർത്തുന്നതിന് സഹായിക്കുന്ന ഭാഗം ഹൈപ്പോതലാമസ്. തലച്ചോറിൻ്റെ ഭാരം വരുന്നത് സ്പേം വെയിൽ 7800 ഗ്രാം, ആന 5000 ഗ്രാം, ഡോൾഫിൻ 1700 ഗ്രാം, മനുഷ്യന് 1400 ഗ്രാം ആയിരിക്കും തലച്ചോറിൻ്റെ ഭാരം വരുന്നത്. പശു 500 ഗ്രാം, ചിമ്പാൻസി 420 ഗ്രാം, പട്ടി 72 ഗ്രാം, പൂച്ച 30 ഗ്രാം, മൂങ്ങ 2.2 ഗ്രാം. ഏറ്റവും വലിയ തലച്ചോറുള്ള ജീവിയാണ് സ്പേം വെയിൽ. കരയിലെ ഏറ്റവും വലിയ തലച്ചോറുള്ള ജീവി ആന. ഹൈപ്പോതലാമസ് ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോണുകളാണ് ഓക്സിഡോസിൻ, വാസോപ്രസിൻ. ഹൈപ്പോതലാമസ് ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോണുകൾ ഓക്സിഡോസിൻ, വാസോപ്രസിൻ. പ്രസവ പ്രക്രിയയിൽ നിർണായക പങ്ക് വഹിക്കുന്ന ഹോർമോണാണ് ഓക്സിഡോസിൻ. പ്രസവ പ്രക്രിയയിൽ നിർണായക പങ്ക് വഹിക്കുന്ന ഹോർമോൺ ഓക്സിഡോസിൻ. സെറിബെല്ലത്തിലേക്കും സെറിബെല്ലത്തിൽ നിന്നുമുള്ള ആവേഗങ്ങളുടെ പുനഃപ്രസരണ കേന്ദ്രം പോൺസ്. സെറിബെല്ലത്തിലേക്കും സെറിബെല്ലത്തിൽ നിന്നുമുള്ള ആവേഗങ്ങളുടെ പുനഃപ്രസരണ കേന്ദ്രമാണ് പോൺസ്. മസ്തിഷ്കത്തിൻ്റെ ഇടത് വലത്ത് അർദ്ധഗോളങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന നാഡീകല കോർപ്പസ് കലോസം. സെറിബ്രത്തിൻ്റെ ഇടത്തെ അർദ്ധഗോളം നിയന്ത്രിക്കുന്നത് ശരീരത്തിൻ്റെ വലത്തുഭാഗത്തെ. സെറിബ്രത്തിൻ്റെ ഇടത്തെ അർദ്ധഗോളം നിയന്ത്രിക്കുന്നത് ശരീരത്തിൻ്റെ വലത്തുഭാഗത്തെയും സെറിബ്രത്തിൻ്റെ വലത്തെ അർദ്ധഗോളം നിയന്ത്രിക്കുന്നത് ശരീരത്തിൻ്റെ ഇടത്തുഭാഗത്തെയും. മസ്തിഷ്കത്തിൻ്റെ ഇടത്ത് വലത്ത് അർദ്ധഗോളങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന നാഡീകല കോർപ്പസ് കലോസം. മസ്തിഷ്കത്തിലേക്കുള്ള ഏതെങ്കിലും രക്തക്കുഴലുകൾ പൊട്ടുന്നതിൻ്റെ ഫലമായി ഉണ്ടാകുന്ന രക്തപ്രവാഹമാണ് സെറിബ്രൽ ഹെമറേജ്. മസ്തിഷ്കത്തിലേക്കുള്ള ഏതെങ്കിലും രക്തക്കുഴലുകൾ പൊട്ടുന്നതിൻ്റെ ഫലമായി ഉണ്ടാകുന്ന രക്തപ്രവാഹം സെറിബ്രൽ ഹെമറേജ്. ശരീരത്തിന് മൊത്തമായോ ഭാഗികമായോ ചലനശേഷി നഷ്ടപ്പെടുകയോ പ്രതികരണശേഷി ഇല്ലാതാവുകയോ ചെയ്യുന്ന അവസ്ഥയാണ് തളർവാദം, പരാലിസിസ്. മസ്തിഷ്കത്തിലെ സ്തരപാളിയായ മെനിഞ്ചസിനുണ്ടാകുന്ന അണുബാധ മെനിഞ്ചൈറ്റിസ്. മുഖങ്ങളെ തിരിച്ചറിയാൻ മസ്തിഷ്കത്തിന് കഴിയാതെ വരുന്ന അവസ്ഥയാണ് പ്രോസോപാഗ്നീസിയ, പ്രോസോഫിനോസിയ. പ്രോസോപാഗ്നീസിയ മുഖങ്ങളെ തിരിച്ചറിയാൻ മസ്തിഷ്കത്തിന് കഴിയാതെ വരുന്ന അവസ്ഥ. അക്ഷരങ്ങളും വാക്കുകളും തിരിച്ചറിയുന്നതിനെ ബാധിക്കുന്ന തലച്ചോറിൻ്റെ തകരാറാണ് ഡൈസ്ലേഷ്യ. പക്ഷാഘാതത്തിന് കാരണങ്ങൾ സെറിബ്രൽ ത്രോംബോസിസും സെറിബ്രൽ ഹെമറേജും. മെഡുല ഒബ്ലാങ്കട്ടയുടെ തുടർച്ചയായി കാണപ്പെടുന്ന ഭാഗമാണ് സുഷ്മിന. മെഡുല ഒബ്ലാങ്കട്ടയുടെ തുടർച്ചയായി കാണപ്പെടുന്ന ഭാഗം സുഷ്മിന. റിഫ്ലക്സ് പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്നത് സുഷുമ്നയാണ്. സുഷുമ്ന സ്ഥിതി ചെയ്യുന്നത് നട്ടെല്ലിൻ്റെ ഉള്ളിലാണ്. സുഷുമ്നയിൽ നിന്നും ഉത്ഭവിക്കുന്ന നാഡികൾ 31 ജോഡി. സുഷുമ്നയിൽ നിന്ന് ഉത്ഭവിക്കുന്ന നാഡികൾ 31 ജോഡി. സുഷുമ്ന സ്ഥിതി ചെയ്യുന്ന നട്ടെല്ലിലെ ഭാഗമാണ് ന്യൂറൽ കനാൽ. സുഷുമ്ന നാഡിയുടെ നീളം 45 സെൻറ്റിമീറ്റർ. സുഷുമ്നയുമായി യോജിച്ചിരിക്കുന്ന മസ്തിഷ്ക ഭാഗം മെഡുല ഒബ്ലാങ്കട്ട. നാഡീവ്യവസ്ഥയെ ബാധിക്കുന്ന ഒരു സാംക്രമിക രോഗമാണ് പോളിയോ മെലിറ്റസ്. നാഡീവ്യവസ്ഥയെ ബാധിക്കുന്ന ഒരു സാംക്രമിക രോഗം പോളിയോ മെലിറ്റസ്. മസ്തിഷ്കവും സുഷുമ്നയും ചേരുന്നത് കേന്ദ്ര നാഡീവ്യൂഹം. ശരീരത്തിൻ്റെ പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുകയും ഏകോപിപ്പിക്കുകയും ചെയ്യുന്നത് നാഡീവ്യവസ്ഥയാണ്. ശരീരത്തിൻ്റെ പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുകയും ഏകോപിപ്പിക്കുകയും ചെയ്യുന്നത് നാഡീവ്യവസ്ഥ. നാഡീവ്യവസ്ഥയുടെ അടിസ്ഥാന ഘടകം ന്യൂറോൺ.
മറ്റു കോശങ്ങളിൽ നിന്നും നാഡീകോശങ്ങളുടെ സവിശേഷത സ്വയം വിഭജിക്കാൻ ശേഷിയില്ല. ന്യൂറോൺ പ്രധാന ഭാഗങ്ങൾ കോശശരീരം, ആക്സോൺ, ഡെൻഡ്രോൺ, സിനാപ്റ്റിക് നോബ്. ന്യൂറോണിലെ നീണ്ട തന്തുവാണ് ആക്സോൺ. നാഡീകോശങ്ങൾ ആവേഗങ്ങൾ സ്വീകരിക്കുന്നത് ഡെൻഡ്രൈറ്റിലൂടെ. ന്യൂറോണിൽ നിന്ന് ആവേഗങ്ങളെ വഹിച്ചുകൊണ്ടു പോകുന്നത് ആക്സോൺ. ന്യൂറോണിൽ നിന്ന് ആവേഗങ്ങളെ വഹിച്ചുകൊണ്ടു പോകുന്നത് ആക്സോൺ. ഒരു ന്യൂറോണിൻ്റെ ആക്സോണൈറ്റുകളും മറ്റൊരു ന്യൂറോണിൻ്റെ ഡെൻഡ്രോനൈറ്റുകളും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഭാഗമാണ് സിനാപ്സ്. ആക്സോണിൻ്റെ ആവരണം മയലിൻ ഉറ. മയലിൻ ഉറ നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന പദാർത്ഥം കൊഴുപ്പ്. മയലിൻ ഉറ നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന പദാർത്ഥം കൊഴുപ്പ്. ആക്സോണിനെ പൊതിഞ്ഞിരിക്കുന്ന മയലിൻ ഉറയുടെ നിറം വെള്ള. തലച്ചോറിനും സുഷുമ്നയിലും മയലിൻ ഉള്ള നാഡീതന്തുക്കൾ ഒന്നിച്ചു കൂടിയ ഭാഗമാണ് വൈറ്റ് മാറ്റർ. കോശശരീരവും മയലിൻ ഉറ ഇല്ലാത്ത നാഡീകോശ ഭാഗങ്ങളും ഒന്നിച്ചു ചേർന്നുള്ള ഭാഗമാണ് ഗ്രേ മാറ്റർ. സിനാപ്സിൽ നാഡീയ പ്രേഷകവുമായി പ്രവർത്തിക്കുന്ന രാസവസ്തുവാണ് അസറ്റൈൽ കോളിൻ. സിനാപ്സിൽ നാഡീയ പ്രേഷകമായി പ്രവർത്തിക്കുന്ന രാസവസ്തുവാണ് അസറ്റൈൽ കോളിൻ. സിനാപ്റ്റിക് നോബിൽ നിന്നാണ് അസറ്റൈൽ കോളിൻ സ്രവിക്കപ്പെടുന്നത്. നാഡീകോശങ്ങളിലൂടെയുള്ള ആവേഗങ്ങളുടെ പ്രസരണ വേഗം സെക്കൻഡിൽ 0.5 മുതൽ 100 മീറ്റർ വരെ. മനുഷ്യനിലെ നാഡീതന്തുക്കളിലെ ചാർജ് വ്യത്യാസം 70 മില്ലി വോൾട്ട് ആണ്. മനുഷ്യരിലെ നാഡീതന്തുക്കളിലെ ചാർജ് വ്യത്യാസം 70 മില്ലി വോൾട്ട്. നാഡീയ ആവേഗങ്ങളുടെ പ്രസരണത്തിന് സഹായിക്കുന്ന അയോണുകൾ പോസിറ്റീവ് ചാർജ്ഡ് അയോണുകൾ. നാഡികൾ നിർമ്മിതമായിരിക്കുന്നത് നാഡീതന്തുക്കൾ കൊണ്ട്. നാഡീതന്തുക്കളുടെ കൂട്ടം ഗാംഗ്ലിയോൺ. 3 തരത്തിലുള്ള നാഡികളാണ് സംവേദനാഡി, പ്രേരകനാഡി, സമ്മിശ്രനാഡി. സംവേദ ആവേഗങ്ങളെ സുഷുമ്നയിലോ മസ്തിഷ്കത്തിലോ എത്തിക്കുന്ന നാഡികളാണ് സംവേദനാഡികൾ. ഒരു സംവേദനാഡിക്ക് ഉദാഹരണമാണ് നേത്രനാഡി. മസ്തിഷ്കം, സുഷുമ്ന എന്നിവിടങ്ങളിൽ നിന്നുള്ള പ്രേരക ആവേഗങ്ങളെ ശരീരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ എത്തിക്കുന്ന നാഡികളാണ് പ്രേരകനാഡികൾ. ഒരു പ്രേരക നാഡിക്ക് ഉദാഹരണമാണ് 11-ാം ശീരോനാഡി. സംവേദ നാഡീതന്തുക്കളും പ്രേരക നാഡീതന്തുക്കളും കൂട്ടിച്ചേർന്നതാണ് സമ്മിശ്രനാഡി. സംവേദ നാഡീതന്തുക്കളും പ്രേരക നാഡീതന്തുക്കളും കൂടിച്ചേർന്നതാണ് സമ്മിശ്രനാഡി. നട്ടെല്ലിൻ്റെ ഇരുവശത്തുമുള്ള ഗാംഗ്ലിയോൺ ശൃംഖലയും അവയോട് ബന്ധപ്പെട്ട നാഡികളും ചേർന്നതാണ് സിമ്പതറ്റിക് വ്യവസ്ഥ. മസ്തിഷ്കത്തിൽ നിന്നും സുഷുമ്നയുടെ അവസാന ഭാഗത്തെ ഗാംഗ്ലിയോണുകളിൽ നിന്നും പുറപ്പെടുന്ന നാഡികൾ ചേർന്നതാണ് പാരാസിമ്പത്തറ്റിക് വ്യവസ്ഥ. സിമ്പത്തറ്റിക് വ്യവസ്ഥയും പാരാസിമ്പത്തറ്റിക് വ്യവസ്ഥയും ചേർന്നതാണ് സ്വാതന്ത്ര്യ നാഡീ വ്യവസ്ഥ. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും നീളം കൂടിയ നാഡിയാണ് സയാറ്റിക് നാഡി. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും നീളം കൂടിയ നാഡിയാണ് സയാറ്റിക് നാഡി. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ ശിരോനാഡിയാണ് വാഗസ് നാഡി. ഓൾഫാക്ടറി നെർവിൻ്റെ ധർമ്മമാണ് ഗന്ധഗ്രഹണം. നേത്രഗോളത്തിൻ്റെ ചലനവുമായി ബന്ധപ്പെട്ട നാഡിയാണ് ഓക്കുലോമോട്ടോർ. നേത്രഗോളത്തിൻ്റെ ചലനവുമായി ബന്ധപ്പെട്ട നാഡി ഓക്കുലോമോട്ടോർ. സെറിബ്രൽ കോർട്ടെക്സിൽ നിന്ന് ആവേഗങ്ങളുമായി ബന്ധപ്പെട്ട് താളം തെറ്റിയതും അമിതവുമായ വൈദ്യുത ചാർജ് ഉണ്ടാക്കുന്നതാണ് അപസ്മാരം. മെനിഞ്ചസിന് കാരണമായ സൂക്ഷ്മാണുക്കളാണ് വൈറസ്, ബാക്ടീരിയ, പരാദങ്ങൾ, ഫംഗസ്. മെനിഞ്ചൈറ്റിസ് രോഗനിർണയത്തിനുള്ള പരിശോധനയാണ് CSF പരിശോധന, സെറിബ്രോസ്പൈനൽ ഫ്ലൂയിഡ്. തലച്ചോറിലെ ന്യൂറോണുകളുടെ ക്രമാതീതമായ നാശമോ ജനകിത തകരാറോ മൂലമുണ്ടാകുന്ന അസാധാരണമായ ഓർമ്മക്കുറവാണ് അൽഷിമേഴ്സ്. സ്മൃതിനാശ രോഗം എന്നറിയപ്പെടുന്നത് അൽഷിമേഴ്സ്.
ശരീരത്തിലെ പ്രേരക ന്യൂറോണുകൾക്ക് നാശം സംഭവിക്കുന്നത് മൂലം പേശി പ്രവർത്തനങ്ങളെ ഏകോപിപ്പിക്കാൻ സാധിക്കാതെ വരുന്ന അവസ്ഥയാണ് പാർക്കിൻസൺസ് രോഗം. പ്രേരക ന്യൂറോണുകൾക്ക് നാശം സംഭവിക്കുമ്പോൾ ഡോപാമൈൻ എന്ന നാഡീയ പ്രേഷകത്തിൻ്റെ ഉൽപ്പാദനം കുറയുന്നു. നാഡീവ്യവസ്ഥയുടെ തകരാറുകൾ കണ്ടുപിടിക്കാൻ ഉപയോഗിക്കുന്ന മാർഗങ്ങളാണ് CT സ്കാൻ, MRI സ്കാൻ, EEG. CT സ്കാൻ കമ്പ്യൂട്ടറൈസ്ഡ് ടോമോഗ്രാഫിക് സ്കാൻ, MRI സ്കാൻ മാഗ്നറ്റിക് റെസൊണൻസ് ഇമേജിംഗ്, EEG ഇലക്ട്രോ എൻസെഫലോഗ്രാം. EEG കണ്ടുപിടിച്ചത് ഹാൻസ് ബെർജൻ.